ഇടുക്കി ജില്ലയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയെ ചൊല്ലി വിവാദം. പഞ്ചായത്തിന്റെ മുന്നിൽ നിലവിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് പകരം മറ്റൊന്ന് സ്ഥാപിക്കാനുള്ള തീരുമാനം അഴിമതിയാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. പഞ്ചായത്ത് ഗാന്ധി സ്മൃതി മണ്ഡപമാണ് സ്ഥാപിക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് വളപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഗാന്ധി പ്രതിമയും മണ്ഡപവുമാണ്. എന്നാൽ ഇത് മാറ്റി പഞ്ചായത്ത് കെട്ടിടത്തോട് ചേർന്ന് പുതിയത് സ്ഥാപിക്കാനാണ് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനുള്ള നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അർദ്ധകായ പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് ചിലവ്. നിലവിൽ ഗാന്ധി പ്രതിമയുള്ളപ്പോൾ പുതിയതൊന്ന് സ്ഥാപിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന പഞ്ചായത്തിന് സമീപത്തായിട്ട് ഒരു ഗാന്ധി സ്മൃതി മണ്ഡപം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്ഥാപിക്കുവാനായിട്ട് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് കേരള ഗ്രാമവികസന സൊസൈറ്റി മുഖാന്തരം ടെൻഡർ നടപടികൾ സ്വീകരിച്ച് നടപ്പിലാക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് കവാടത്തിലുള്ള ഗാന്ധി പ്രതിമയും മണ്ഡപവും വാഹനങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് അസൗകര്യം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വാദം. അങ്ങനെയാണെങ്കിൽ അത് മാറ്റി സ്ഥാപിച്ചാൽ പോരെ, പുതിയത് വേണമോ എന്നാണ് ചോദ്യം. പഴയത് നീക്കം ചെയ്യുന്നില്ലെന്നും പുതിയത് സ്ഥാപിക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതി അവകാശപ്പെടുമ്പോൾ പഞ്ചായത്ത് മുറ്റത്ത് 2 ഗാന്ധി പ്രതിമ എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്ന് മുടക്കിയ 17 ലക്ഷം രൂപ കൂടാതെ വീണ്ടും 3 ലക്ഷം രൂപയും കൂടി മുടക്കിയാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ളതാണ് പരക്കെ ആക്ഷേപം വരുന്നത്. നിലവിൽ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പീഠത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇന്നോ നാളെയോ പ്രതിമയെത്തും. ഗാന്ധി ജയന്തിക്ക് പ്രതിമ അനാച്ഛാദനം ചെയ്യാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.